കോഴിക്കോട് ജില്ലയിൽ തോറ്റ യുഡിഎഫിന്റെ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പി വി അൻവർ. അപ്പോൾ പിണറായി സത്തിനെതിരെ താൻ ഉയർത്തിയ രാഷ്ട്രീയം വിജയിച്ചുവെന്ന് പി വി അൻവർ അവകാശപ്പെടുന്നു. പരാജയത്തിൽ ഒരു സങ്കടവുമില്ല. ബി.ജെ.പിയുടെ വോട്ട് പണം കൊടുത്തു വാങ്ങിയിട്ടാണ് റിയാസ് വിജയിച്ചെന്നുള്ള ആരോപണവും അൻവർ ഉന്നയിക്കും. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ, ഇനി യുഡിഎഫിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമെന്നും പി വി അൻവർ മീഡിയ വണിനോട് പറഞ്ഞു. പി വി അൻവർ ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. വലിയ കാലം നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു. കേരളത്തിൽ യു.ഡി.എഫ് വലിയ വിജയം നേടുമ്പോൾ തന്നെ താങ്കൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ലെ, ആ പരാജയത്തിൽ ഒരു സങ്കടം എനിക്കില്ല. ഞാൻ ഒരു 50% ആ പരാജയം ഒരു പക്ഷേ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. എൻ്റെ ലക്ഷ്യം പിണറായിസം അവസാനിപ്പിക്കലായിരുന്നു. ആ പിണറായിസം അവസാനിപ്പിക്കണമെങ്കിൽ യു.ഡി.എഫിന് ഇവിടെ നല്ല സീറ്റ് കിട്ടണം, വോട്ട് കിട്ടണം. കോഴിക്കോട് അവരുടെ കുത്തകയാണ്. മുഹമ്മദ് റിയാസാണ് ഈ തെരഞ്ഞെടുപ്പിനെ മലബാറിൽ തന്നെ നയിക്കുന്നത്, പ്രത്യേകിച്ച് കോഴിക്കോട്. ആ വ്യക്തിയെ ആ നിയോജക മണ്ഡലത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു വിടരുതെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ആ മണ്ഡലം തന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. യു.ഡി.എഫിന്റെ പല ലീഡേഴ്സും ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞാണ്. പക്ഷെ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം പൂർത്തിയായി. പിണറായിസം അവസാനിച്ചു. കോഴിക്കോടിലെ 12 സീറ്റും യു.ഡി.എഫ് കയറി. പിണറായിസത്തിനെതിരെ ഉയർത്തിയ രാഷ്ട്രീയം വിജയിച്ചു. പിണറായിസത്തിനെതിരെ ഉള്ള രാഷ്ട്രീയം വിജയിച്ച ഒരു തർക്കമില്ല. ഇവിടെ ബി.ജെ.പിയുടെ വോട്ട് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങിയിട്ടാണ് മുഹമ്മദ് റിയാസ് ഇവിടെ ജയിക്കുന്നത്. 1600 വോട്ട് 4 അപരന്മാര് നേടിയിട്ട് 7000 വോട്ടിനാണല്ലോ ഞാൻ പരാജയപ്പെടുന്നത്. നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക കണക്ക്. 2021 26,000 ചില്ലാനും വോട്ടുണ്ടായിരുന്ന ബി.ജെ.പിക്ക് 19,000 വോട്ട് ഈ മണ്ഡലത്തിൽ വർദ്ധിക്കുമ്പോഴും ആകെ വർദ്ധിച്ചത് 250-300 വോട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ അമിത്ഷാ വന്ന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച ഏക മണ്ഡലം കൂടി ബേപ്പൂരാണ്. വേറെ ഒരു സ്ഥലത്തും കോഴിക്കോട് ജില്ലയിൽ പോയിട്ടില്ല. അപ്പോൾ എവിടെ പോയി ബി.ജെ.പിയുടെ വോട്ടുകൾ? കൃത്യമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ബി.ജെ.പിയുടെ വോട്ടും പണം കൊടുത്ത് ക്ഷീണിതരായിട്ടുള്ള മനുഷ്യരുടെ വോട്ടും വാങ്ങിയിട്ട് മാത്രമേ ജയിച്ചത്. അത് അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടവരോട് പറഞ്ഞ 25,000 രൂപ ഒരു വോട്ടിന് മുടക്കിയിട്ടാണെങ്കിലും മുഹമ്മദ് റിയാസ് ഇവിടെ ജയിക്കുന്നു. ജയിച്ചു. ഇന്ത്യയിൽ ബി.ജെ.പിക്ക് ഒരു MLA പോലും ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. ആ അവസ്ഥയിലേക്ക് കേരള സംസ്ഥാനത്തെ അദ്ദേഹം കൊണ്ടുപോയി. അതായിരുന്നു പിണറായിസം. അതിനെതിരെയായിരുന്നു കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള എന്റെ പോരാട്ടം. അൽഹംദുലില്ലാ, പടച്ചവന്റെ അനുഗ്രഹത്തിൽ ആ പോരാട്ടം ജയിച്ചു. യു.ഡി.എഫിന്റെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? പ്രതിപക്ഷ നേതാവ് വലിയ പിന്തുണയല്ലേ നൽകിയത്. യു.ഡി.എഫിന്റെ മുഴുവൻ നേതാക്കളും ശക്തമായ കോൺഗ്രസിന്റെയും മുസ്ലിന്റെയും തങ്ങളടക്കം അവിടെ വന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു. പ്രതിപക്ഷ നേതാവ് അവിടെ വന്നു. അതിലൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. AICCയുടെ സഹായം, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സഹായം, KC വേണുഗോപാൽ വഴി എനിക്ക് പാർട്ടിയുടെ സഹായം കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പ്രത്യേകം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി എല്ലാവരും ഒരു മനസ്സോട് കൂടിയിട്ട് നിന്നതാണ്. അതിനുള്ള ഗുണം കേരളത്തിലെ യു.ഡി.എഫിനുണ്ടായി. താങ്കൾ പറഞ്ഞ പോലെ തന്നെ VD സതീശനും 100 സീറ്റ് എന്ന് പറയും. എല്ലാവരും 70-80 ആ മാർജിൻ നിൽക്കുമ്പോഴും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ 100 എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു സാഹചര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയല്ല 100 സീറ്റ് കവർ ചെയ്യുമെന്ന് പറഞ്ഞത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവും പി വി അൻവറേ ഉള്ളൂ. ആളുകൾക്ക് പിന്നെയും സംശയമായിരുന്നു, ഞെരുങ്ങി ജയിക്കുമോ, 75 സീറ്റ് 80 സീറ്റ്. കാരണം അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ 4-5 യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സാധാരണ മനുഷ്യരുമായി അദ്ദേഹം മിങ്കിൾ ചെയ്തിട്ടുണ്ട്. മലയോര കർഷകരുടെ വിഷയങ്ങളിൽ ശക്തമായി അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ മനസ്സ് പഠിച്ചതുകൊണ്ടാണ് അദ്ദേഹം 100 സീറ്റിൽ ജയിക്കും, അല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയാനുള്ള അദ്ദേഹത്തിനുണ്ടായ ശക്തിയും ആർജവവും ജനങ്ങളുടെ മനസ്സ് പഠിച്ചിട്ടാണ്. തെരഞ്ഞെടുപ്പ് നയിച്ച അദ്ദേഹം തന്നെ ഇനിയും നയിക്കട്ടെ എന്നുള്ള അല്ല, അതെല്ലാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ഇത് വസ്തുതകളാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന ആരും നയിക്കണം, ആര് മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോൾ നമ്മൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള നമ്മൾ യു.ഡി.എഫുമായി ഒരുമിച്ച് നിന്ന് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഈ ഗവൺമെന്റിനോടൊപ്പം നിന്ന് ആ യു.ഡി.എഫ് ഗവൺമെന്റിനെ സഹായിക്കുന്ന നിലപാടായിട്ട് പോകും. തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ കുഞ്ഞികൃഷ്ണേട്ടനായാലും ഗോവിന്ദ മാഷായാലും അതുപോലെയുള്ള ജി സുധാകരൻ സഖാവായാലും ഒരുപാട് ആളുകളുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് വരാൻ പലരും നിൽക്കുന്നുണ്ട്. ശ്വാസം മുട്ടി നിന്ന ആളുകളുണ്ട് അതിനകത്ത്. പുറത്തേക്ക് ഇറങ്ങിയ തല പോകും. പക്ഷെ അവർക്കൊക്കെ ഇനി ഒരു ആർജവും ആത്മവിശ്വാസവും വരും. ഒരു റിയൽ ലെഫ്റ്റ് ഇവിടെ വേണം. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ് ഇവിടെ യു.ഡി.എഫ് ആണെന്ന് പറഞ്ഞത്. ആ നെഹ്റുവിയൻ ലെഫ്റ്റിനോട് യോജിച്ച് ഇവിടുത്തെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി നിൽക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റിന്റെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും.
ഏതായാലും അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി UDF-നൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെ അദ്ദേഹം പറയുന്നു. പിണറായി സത്തിനെതിരെ താൻ ഉയർത്തിയ ആ രാഷ്ട്രീയം അത് തന്നെയാണ് ഇവിടെ വിജയിച്ചത്. സാങ്കേതികമായി ബേപ്പൂരിൽ പരാജയപ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത് തന്നെയാണ് ഇവിടെ കേരളത്തിൽ കണ്ടത്. അതിൻ്റെ ഒരു വിജയത്തിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം UDF-ന് ഉണ്ടായതെന്ന് കൂടി PV അൻവർ പറഞ്ഞു വയ്ക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് അൻവർ ബിജിക്കോട്ടിനൊപ്പം ജംഷീർ കോടതി മീഡിയ.